നമസ്കാരം. ലക്ഷങ്ങൾ ചെലവിട്ടുള്ള പരിഹാരങ്ങൾ അതിനെ പറ്റിയിട്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ഈ ലക്ഷണങ്ങൾ ചെലവിടാനില്ലാത്ത ആളുകൾക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ എന്താണ് ദോഷം എന്നതറിഞ്ഞാലല്ലേ എന്താ പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾ എല്ലാ ദോഷവും പരിഹാരം കൊണ്ട് മാറ്റാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ദോഷം പൂർണ്ണമായിട്ട് മാറ്റാൻ പല പരിഹാരങ്ങൾക്കും പറ്റില്ല എങ്കിലും ആ ദോഷത്തെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പല പരിഹാരങ്ങളെ കൊണ്ടും മനസ്സിലാക്കേണ്ടത്. ഒന്ന് കാലദോഷമാണെന്ന് വിചാരിക്കാം. നമുക്കുള്ളത് സമയദോഷമാണ്. സമയദോഷം എന്ന് പറയുന്നത് ദശാസംബന്ധമായിട്ടോ ഗോചരവശാലോ ഒക്കെയുള്ള ദോഷങ്ങളെയാണ് നമ്മൾ കാലദോഷം എന്ന് പൊതുവെ പറയുന്നത്. അത്തരം കാലദോഷങ്ങൾക്ക് കാരണമായിട്ടുള്ള ഗ്രഹങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ ഗ്രഹങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള മന്ത്രജപങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്തിട്ട് ആ മന്ത്രങ്ങൾ ചെയ്യാം, ദേവതാ മന്ത്രങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കാലദോഷത്തെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി നേടുകയാണ് ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലദോഷത്തെ മാറ്റാൻ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല മഴക്കാലമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ മഴക്കാലത്തെ മാറ്റാൻ പറ്റുമോ? മഴക്കാലക്കെടുതികളൊക്കെ നമ്മൾ കാണുന്നില്ലേ? വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് പല ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പല കർമ്മങ്ങളാണല്ലോ ഇന്ന് വന്നിരിക്കുന്ന പല ദുരിതങ്ങൾക്ക് കാരണം. അപ്പോൾ നമ്മൾ പറയും അതൊന്നും നമ്മൾ ചെയ്തതല്ല എന്ന് പറയാം. ശരി, അപ്പോൾ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആളുകളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ നമ്മളൊക്കെ അതിന് ഭാഗമാണ് എന്നുള്ളതാണ് സത്യം. ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഈ പറഞ്ഞ ദോഷത്തിന് കാരണമുണ്ട്. നമ്മളെ നാട്ടിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പല കുഴികളൊക്കെ ഉണ്ട്. ആ പല കുഴികളൊക്കെ അടച്ചതുകൊണ്ട് ഒക്കെ മണ്ണിട്ട് മൂടി. എന്നിട്ട് അവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ വെള്ളം പിന്നെ അവിടെ പോയി കൂടും എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ ഈ കല്ല് കെട്ടി നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒഴുകുന്ന ചെറിയ ചെറിയ തോടുകളൊക്കെ നമ്മൾ വീതി കുറച്ചു പോയി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വെള്ളത്തിന് ഒഴുകാൻ വേറെ മാർഗമില്ല. പിന്നെ മാത്രമല്ല, വെള്ളം മണ്ണിൽ തങ്ങി നിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, കോൺക്രീറ്റുകൾ, അങ്ങനെയുള്ള പലതും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ദോഷത്തിന് കാരണമായി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പല ചെയ്തികളും, ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധയില്ലാതെ ചെയ്ത പല ചെയ്തികളും ഈ ദോഷങ്ങൾക്കൊരു കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് പൊതുവെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ഒരു കാലദോഷം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് രാഹുദശയാണെങ്കിൽ അല്ലെങ്കിൽ ശനിദശയാണെങ്കിൽ ആ രാഹുദശ 18 വർഷമുണ്ട്. ഈ 18 വർഷം അല്ലെങ്കിൽ ശനിദശ 19 വർഷമുണ്ട്. ഈ ശനിദശയിലും രാഹുദശയിലും ഒന്നും ചെയ്യാതെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കാൻ നമുക്ക് പറ്റും? അത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനനുസൃതമായിട്ടുള്ളത് ചെയ്യണം എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പാടുള്ള പലതുമുണ്ട്. തേങ്ങ കച്ചവടം ചെയ്യുന്ന ആൾക്ക് മഴക്കാലത്ത് തേങ്ങ ഉണക്കി വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി അഥവാ വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള യന്ത്ര സാമഗ്രികളൊക്കെ വേണ്ടേ? ഡ്രയറോ അതൊക്കെ വേണം. അപ്പം ഞാൻ പറഞ്ഞത്, കാലത്തിനനുസരിച്ച് നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കാലത്തെ അതിജീവിക്കാനുള്ള സാമഗ്രികൾ വേണം. മഴയ്ക്ക് കുട വേണം, ഇരുളിന് വെളിച്ചം വേണം. എന്നതൊക്കെ അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളാണ് സാധാരണ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ദോഷത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുന്ന പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു മഴക്കാലത്ത് തേങ്ങ ഉണക്കാൻ വേണ്ടി യന്ത്രസാമഗ്രികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ചിലവുള്ളതാണ് അല്ലേ? അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
മഴക്കാലത്ത് തേങ്ങ നമ്മൾ ഉണക്കുന്നില്ല എന്ന് വിചാരിക്കുക. മഴക്കാലത്ത് തേങ്ങ പച്ചയ്ക്ക് വിൽക്കുക, അതൊരു മാർഗം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് നല്ല തേങ്ങ എടുത്ത് മുളപ്പിച്ച് തെങ്ങിൻ തൈയാക്കി വിൽക്കാം, അതൊരു ബിസിനസ്സിൻ്റെ മാർഗമല്ലേ. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ മാർഗമാണ്, മറ്റത് ചിലവ് കൂടിയ മാർഗമാണ്. അപ്പോൾ യുക്തി അനുസരിച്ചിട്ട് നമുക്ക് അത്തരം പരിഹാരങ്ങൾ ചെയ്യാം എന്നത് പറഞ്ഞതുപോലെ നമ്മുടെ പരിമിതികൾ നമ്മൾ അറിയണം ആദ്യം. ആ നമ്മളെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പലതും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ കടബാധ്യതകൾ വരുന്ന ആളുകളുണ്ട്. കടബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? കടബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ അഭിമാനം സംരക്ഷിക്കണം എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെലവ് കുറക്കാൻ തയ്യാറാവുകയില്ല. ചെലവ് കുറക്കാതെ എങ്ങനെ നമ്മൾക്ക് ബാധ്യത കുറക്കാം? വരുമാനം കൂട്ടാനും മാർഗമില്ല. അപ്പം എന്ത് ചെയ്യും? ചെലവ് കുറക്കാൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പം നമ്മൾ ആ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് 1,00,000 കൊടുത്തിട്ടൊരു പൂജ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ 1,00,000 ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നം തീരും, അല്ലേ? അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടൊരു പരിഹാരം ചെയ്യുന്നതിന് പകരം ആ ക്ഷേത്രത്തിൽ പോയിട്ടൊരു 2-3 ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് മന്ത്രജപമൊക്കെ ചെയ്ത്, നാമജപമൊക്കെ ചെയ്ത്, സഹസ്രനാമമൊക്കെ ജപമൊക്കെ ചെയ്ത്, നന്നായിട്ട് പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ഒരു പ്രാർത്ഥിച്ചാൽ തന്നെ അവിടെ ഒരു ഗുണമുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നിശ്ചയിക്കണം. അപ്പം ഈ പണം ഇല്ലാതിരിക്കുന്ന സമയത്ത്, സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഫോർമാലിറ്റി ചിന്തിക്കരുത്. കാരണം ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്തില്ല. ഇപ്പോൾ സാധാരണ ആളുകൾ പിരിവിന് വരുന്നു. ഇതുവരെ ഞാൻ 5,000, 10,000 ഒക്കെ കൊടുത്തതാണ്, ഇനിയിപ്പോൾ അവർ കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് അവരൊന്ന് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഒപ്പം തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ അത് തിരിച്ചറിയണം. അവർ തിരിച്ചറിയില്ല, അവർക്ക് അവരുടെ ആവശ്യമുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ പിന്നെ ആര് തിരിച്ചറിയും? നമ്മുടെ ബന്ധുക്കൾ പോലും പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. അപ്പം നമ്മൾ ആദ്യം തിരിച്ചറിയാം, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്. ആ സാമ്പത്തിക സ്ഥിതിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് മാത്രം ചെലവാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് മാറണം എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതൊരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഗുണമുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നന്നായിട്ട് നമ്മുടെ മേഖല ഏതാണോ അതിൽ നന്നായിട്ട് പരിശ്രമിക്കുക. ഈ കുഴിച്ചിടം തന്നെ കുഴിക്കുക എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുഴികൾ കുഴിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റ കുഴിയിൽ കുഴിക്കുക. വെള്ളം കിട്ടും എന്നുള്ളതാണ് അർത്ഥം. കുറച്ച് ആഴത്ത് കുഴിച്ചാൽ മതി. പല കുഴികൾ കുഴിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല, ഈ കുഴിയിലൊക്കെ വീണ് അപകടം ഉണ്ടാവുകയും ചെയ്യും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പരിചയമുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതലായിട്ട് പരിശ്രമിക്കുകയും ആ പരിശ്രമം കുറച്ച് നാൾ നീണ്ടാൽ പോലും അത് വിജയത്തിലെത്തുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ കുറച്ച് നാൾ ഒരു ബിസിനസ് ചെയ്തു, അത് പച്ച പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഉടനെ അത് മാറ്റി വേറൊരു ബിസിനസ് ചെയ്തു, അതും പച്ച പിടിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് പിന്നെയും അത് മാറി ബിസിനസ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിന് പോകരുത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ, ചിലപ്പോൾ 4-5 വർഷം കൊണ്ട് മാത്രമേ ചിലപ്പോൾ പച്ച പിടിക്കൂ. 1 മാസം കൊണ്ട് ഇന്ന് കച്ചവടമൊന്നുമില്ല, 2 മാസം കൊണ്ട് കച്ചവടമൊന്നുമില്ല, നഷ്ടത്തിലാണ്. അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഒരാൾ ബിസിനസ് തുടങ്ങാനേ പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാലമെടുക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എത്രയോ നാൾ കാത്തിരുന്നിട്ട് വേണം ഈ പറഞ്ഞ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രാഡേ കളിക്കുന്ന ആളുകളൊന്നും അല്ലാത്ത ആളുകൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ നല്ല ഗുണം കണ്ടിട്ട് വില കൂടുന്ന കണ്ടിട്ടായിരിക്കും വാങ്ങിയത്. നമ്മൾ വില കൂടുന്ന കണ്ടിട്ട് വാങ്ങുമ്പോഴേക്കും ആ വില ഒരു പക്ഷെ നല്ല ലെവലിലായിട്ടുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ 10 രൂപയ്ക്കുള്ള ഷെയർ നമ്മൾ കാണുമ്പോൾ 100 രൂപയായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 100 രൂപയായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്
ഇത്രയും വില കൂടിയതെന്ന് വെച്ചാൽ പിന്നെ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നാൽ പിന്നെ 100 രൂപയാണ് നമ്മൾ എടുത്തത്. ആളുകൾ ചിന്തിക്കുന്ന 10 രൂപയ്ക്ക് എടുത്ത ഷെയറാണ്, ഇത് 100 രൂപ ഇനി വിറ്റ് കളയാമെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും അന്നേരം. അവരൊക്കെ വിൽക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ വില ഇടിയാൻ തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ 100 എന്നുള്ളത് 80ആയി, 70ആയി, 60ആയി അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരു 100 എടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടം വരില്ലേ? അപ്പോൾ നഷ്ടം വരാം. എന്നാലും നമ്മൾ അന്നേരം ചെയ്യേണ്ടത് എന്താ? ഇതൊക്കെ ഇതിൻ്റെ സ്വഭാവമാണ്, അതങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ നഷ്ടം വരുത്തിയിട്ട് വിൽക്കുന്നതിന് പകരം കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക. എത്രത്തോളം കുറയുന്നു നോക്കുക. അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള ഷെയറുകളാണെങ്കിൽ കാത്തിരുന്നിട്ട് ആവറേജ് ചെയ്തിട്ടൊക്കെ പിന്നീട് വിൽക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യും. ക്ഷമ വേണം. ബിസിനസ്സിന് എപ്പോഴും നല്ല ക്ഷമ വേണം, നല്ല യുക്തി വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതൊന്ന്. പിന്നീട് മറ്റെന്താ വെച്ചാൽ നമ്മൾ ഈ ചിലവ് വരുന്നത് വെച്ചാൽ ഇത്തരം ശത്രുദോഷ പരിഹാരങ്ങൾക്കൊക്കെയാണ് പിന്നീട് ചിലവ് വരുന്നത്. ശത്രുദോഷ പരിഹാരങ്ങൾക്കായിട്ട് നമ്മളെപ്പോഴും പിന്നെ വലിയ പൂജകളൊക്കെ ചെയ്യാറുണ്ട്. ഈ വലിയ പൂജ ചെയ്യുന്നതിനൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടും അതിനനുസരിച്ചിട്ട് ചിലവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതൊന്നും ചെയ്യാൻ അവസ്ഥയില്ല. കടം വാങ്ങി ചെയ്യും പ്രശ്നമൊക്കെ തീരുന്നിച്ചിട്ട്. അങ്ങനെ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനെന്താ മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രുദോഷത്തിന് നമ്മളെപ്പോഴും പരിഹാരം ചെയ്യുന്നതിന് ഭദ്രകാളിയാണ് ആരാധിക്കേണ്ടത്. ആ ഭദ്രകാളിയെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ദേവീ മഹാത്മ്യം നന്നായിട്ട് വായിക്കുക. ദേവീ മഹാത്മ്യം നന്നായിട്ട് പാരായണം ചെയ്യുക. സംസ്കൃതത്തിലുള്ളതായിക്കോട്ടെ മലയാളത്തിലുള്ളതായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല, നന്നായിട്ട് ജപിക്കുക. അങ്ങനെ ജപിക്കുന്ന സമയത്ത് അത് മുഴുവൻ ജപിക്കുക. അപ്പോൾ നമ്മൾ ഒരു പേജ് വായിച്ചാൽ മതി, പോരാ. കുറച്ച് ഈ പറഞ്ഞ ചെലവെടുത്ത് അത്ര കഷ്ടപ്പാടുന്നത് വായിക്കാനില്ല. പറ്റുമെങ്കിൽ മുഴുവൻ വായിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ സമയം എടുത്തോളുക, ഓരോരോ അധ്യായമായിട്ട് വായിക്കുക, മുഴുവൻ വായിക്കുക. അങ്ങനെ സ്ഥിരം ചെയ്തേക്കുക. അത് ദോഷപരിഹാരത്തിന് ഏറ്റവും നന്നായിരിക്കും. നമ്മൾ മറ്റു പൂജകൾ ചെയ്യുന്നത് തെറ്റൊന്നും ഞാൻ പറയില്ല, കാരണം അതൊക്കെ പലർക്കും ദ്രോഹം ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ടൊന്നും ഞാൻ പറയില്ല. പണമുള്ളവർ ചെയ്തുണ്ട്, ചെയ്യേണ്ടെന്നൊന്നും പറയണ്ട. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഭദ്രകാളിയെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ജപിക്കുക. ദേവീ മഹാത്മ്യം വായിക്കുക, ലളിതാ സഹസ്രനാമവും വായിക്കുക. കുഴപ്പമൊന്നും. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗുണങ്ങളുണ്ടാവും. ബാക്കി അടുത്ത വീഡിയോയിൽ പറയും. പറ്റുന്നത്ര ആളുകൾ ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഇത്തരം കാര്യങ്ങൾ തന്നെ മതി, സത്യസന്ധമായിട്ട്. പിന്നെ വളരെ ചിലവ് ചുരുങ്ങിയ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു ആമുഖമായിട്ട് ഇത് പരിഗണിക്കുക. പറ്റുന്ന ആളുകളൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.